ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അയ്യപ്പയുടെ പിറന്നാളിൻ്റെ അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത്. നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് ഷോർട്സിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ക്യാബേജ് തോരനും പിന്നെ പരിപ്പ്, പപ്പടം, സാമ്പാർ ഒക്കെ, പാലട പായസവും കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാനൊരു വൈകുന്നേരം തൊട്ടാണ് പാചകത്തിന് കയറിയത്. ഒരു 4:30 5 ആയപ്പോൾ കയറിയിട്ട് നമ്മളൊരു 7 മണി ആയപ്പോഴത്തേനും നമ്മുടെ കുക്കിംഗ് ഫുൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സൈത്രേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 7:30 ആയപ്പോഴത്തേനും നമ്മൾ റെഡിയായി. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ, ചേച്ചി, കുഞ്ഞ്, പിന്നെ അച്ഛനുമായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛനാണെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങ് പോകുന്നത്. അവർ പിന്നെ ഓട്ടോ, നമ്മുടെ സ്ഥിര സാരഥിയുടെ ഓട്ടോയിലാണ് അമ്മയും ചേച്ചിയും കുഞ്ഞിനെ കൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ അയ്യപ്പായി കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആളാമീതം കുടിച്ചെന്ന് മുട്ടായി കൊടുക്കുവാണ്. അപ്പോൾ താലപ്പൊലിയായിട്ട് അയാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവസാനം അത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അമ്മയുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പിള്ളേർ ടീംസും നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന വീട്ടുകാരും പിന്നെ നമ്മുടെ സുമയൊക്കെ ആയിരുന്നു നമ്മുടെ ഫംഗ്ഷൻ, ഈ ചെറിയ രീതിയിലുള്ളൊരു ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ അയ്യപ്പായി എല്ലാവർക്കും മുട്ടായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശീലുവിന് വലിയ മുഷാട്ടയോ കാര്യങ്ങളോ ഒന്നുമില്ല. സുമേക്കയുടെ കയ്യിലൊക്കെ പോവുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ കറങ്ങിത്തിരിഞ്ഞ് അയാളുടെ അമ്മൂമ്മ എടുക്കൽ തന്നെ വന്ന് ചൂടായിട്ടാന്ന് തോന്നുന്നു തുണിയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ. പിന്നെ അയ്യപ്പായി അയാളുടെ ഇഷ്ടപ്രകാരം ആയിട്ട് കേക്കൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളതിനെ കേക്ക് എടുത്തിട്ട് പീസാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ളത് അത്ര പാടില്ലായിരുന്നു. സൈത്രേച്ചി എൻ്റെ ചേച്ചിയും കൂടാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചൂനും കണ്ണനും നമ്മുടെ പിള്ളേർ സെറ്റിനും എല്ലാം അവൾ കൊണ്ടുപോയി കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അല്ലുവിനായിരുന്നേ പനിയായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു മൂശാട്ടയും കാര്യമൊക്കെ അല്ലുവിനും ഉണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പ അന്ന് ആകെ പാറിപ്പറന്ന് നടക്കുമായിരുന്നു. അയാളുടെ ദിവസമാണല്ലോ. അങ്ങനെ പിന്നെ അവൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷിലു ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അയാൾ അങ്ങനെ അങ്ങ് കിടക്കുമായിരുന്നു. ഇടയ്ക്കൊരു മൂശാട്ടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവർക്കും ആഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആഹാരം കൊടുക്കുന്നതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ചെറിയ രീതിയിലൊരു സദ്യയും പിന്നെ നമ്മുടെ പാലട പായസമായിരുന്നു. മിക്സ് വാങ്ങിച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ചേച്ചി നമ്മുടെ അല്ലുവിനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അയാൾ ആരുടെയും കൈ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അയാൾ എല്ലാവരെയും കൈ പൊക്കോളും. പക്ഷേ ഇപ്പോൾ പനി അതിൻ്റെതായിട്ട് ചെറിയൊരു മൂശാട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളു. അയാളും അയാളുടെ ചേട്ടൻ്റെ പിറന്നാളിൻ്റെ കേക്കൊക്കെ തിന്നുവാണ്. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചിട്ട് അവരും പോകാനായിട്ട് ഇറങ്ങി. അച്ഛൻ വണ്ടി വന്നുകൊണ്ട് തന്നെ അച്ഛൻ വണ്ടിയിലും പിന്നെ ചേച്ചിയും അമ്മയും നമ്മുടെ സ്ഥിരം സാരഥിയായ മുകേഷാൻ്റെ ഓട്ടോയിലുമാണ് പോയത്. അപ്പോൾ ഷീലു വല്ലപ്പോഴും അല്ലേ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. മറ്റേതെന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ അമ്മയൊക്കെ വന്ന് നിൽക്കുന്നതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഷീലു കുഞ്ഞുവാവയും കൂടെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്കും അങ്ങനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പിന്നെ അയാൾക്ക് ഒത്തിരി ചക്കരയുമ്മയൊക്കെ കൊടുത്തിട്ട് അവരെ എല്ലാവരെയും യാത്രയാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ യാത്രയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. നമ്മുടെ അയ്യപ്പായുടെ മുഖത്ത് ഈ വൈറ്റ് അവർ അമ്മൂമ്മ അയാളെ ഇട്ടേച്ച് പോയതിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ.